നമ്മളെ കേരളത്തിൽ മദ്യപാനം, മയക്കുമരുന്ന്, ആൻസ് എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റണമെന്ന് നമ്മളെ മുഖ്യമന്ത്രിയോടും MLA-മാരോടും നിർബന്ധമായി വീട്ടമ്മയായ ഞാൻ നിങ്ങളോട് നിർബന്ധിച്ചും പറയുന്നു. സ്കൂള് കേന്ദ്രീകരിച്ച് ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മദ്യം, ലഹരി വസ്തുക്കൾ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റണം. കേരളത്തിൽ മദ്യം എന്ന് പറയുന്ന സാധനം വിൽക്കാനുള്ള അനുവാദം ഇനി ആർക്കും കൊടുക്കരുത്. തമിഴ്നാട്ടിൽ വിജയ് വരുത്തിയ മാതിരി നമ്മളെ കേരളത്തിലും അതുപോലെ തന്നെ വരണം. ആ നിയമം നമ്മളെ കേരളത്തിൽ വരണം. ഈ മന്ത്രിയല്ല, ഇനി ഏത് മന്ത്രിമാർ വന്നാലും നമ്മളെ കേരളത്തിൽ മയക്കുമരുന്നെന്ന് പറയുന്ന സാധനം നമ്മളെ കേരളത്തിൽ എത്താൻ പാടില്ല. അതുകൊണ്ട് ഏത് ഭാഗത്തുനിന്ന് മയക്കുമരുന്നുകൾ കൂടുതൽ വരുന്നോ ആ ഭാഗങ്ങളൊക്കെ കൂടുതലുമായിട്ടും നമ്മളെ MLA-മാരും മുഖ്യമന്ത്രിയും പൂർണ്ണമായിട്ടും അത് തുടച്ചു മാറ്റാൻ നമ്മൾ പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതാണ്. പോലീസുകാർക്ക് എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യാനും വാഹനങ്ങളും ബൈക്കുകളും എല്ലാം ചെക്ക് ചെയ്യാനും പോലീസുകാർക്ക് പ്രത്യേകിച്ചും നിർബന്ധം കൊടുത്ത് എല്ലാ വണ്ടികളിലും മയക്കുമരുന്ന്, മദ്യം, ലഹരി സാധനങ്ങൾ, ആൻസ്, പിന്നെ MLA എന്തൊക്കെ പൊടികളൊക്കെ വരുന്നുണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ നമ്മളെ കേരളത്തിലേക്ക് വരുന്ന സാധനങ്ങളും പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ നമ്മളെ പോലീസുകാരോട് MLA മന്ത്രി നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണം. അതുപോലെ വാർഡ് മെമ്പർമാരും പൂർണ്ണമായിട്ടും അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. നമ്മൾ കോളേജ് തൊട്ട് സ്കൂൾ തൊട്ട് ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഇങ്ങനെയുള്ള പുഴയുടെ സൈഡുകളിൽ ഒക്കെ ഇങ്ങനെ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീട്ടമ്മയായ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമ്മളെ മക്കൾ ഒരു മയക്കുമരുന്നിലും അടിമയായിട്ട് അച്ഛനെ കൊന്നതായിട്ടും അമ്മേനെ കൊന്നതായിട്ടും സ്വയം ആത്മഹത്യ ചെയ്തതായിട്ടും മക്കളെ കൊന്നതായിട്ടും ഭാര്യമാരെ കൊന്നതായിട്ടും ഇല്ലെങ്കിൽ ഭാര്യമാർക്ക് സഹിക്കാൻ പറ്റാതെ സ്വയം വീടുകളിലേക്ക് പോയിരിക്കേണ്ട അവസ്ഥകളും അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മളെ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും മനസ്സമാധാനവും സന്തോഷവും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ മുഖ്യമന്ത്രിയായിരിക്കുന്ന MLA-മാരോടും മുഖ്യമന്ത്രിയായിരിക്കുന്ന ചെന്നിത്തല സാറോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിയായി കയറിക്കഴിഞ്ഞല്ലോ. മുഖ്യമന്ത്രിയായി കയറിക്കഴിഞ്ഞപ്പം തന്നെ ഇതിനുള്ള പൂർണ്ണ നടപടികളും നിങ്ങൾ എടുത്ത് നമ്മളെ പോലീസുകാർക്ക് പൂർണ്ണമായിട്ടും ഇതിനുള്ള സമ്മതങ്ങൾ നിങ്ങൾ കൊടുത്ത് നമ്മളെ പോലീസുകാരെ അടിമപ്പണി എടുപ്പിക്കാതെ അവർക്കുള്ള സന്തോഷവും സമാധാനവും കൊടുത്ത് എല്ലാ സ്ഥലങ്ങളിലും കർശന നടപടികൾ കൊണ്ടുവരാനും വേണ്ടി നമ്മളെ MLA-മാരും മന്ത്രിയും ശ്രമിക്കേണ്ടതാണെന്ന് ഞാൻ നിങ്ങളോട് പറയണു. അതുപോലെ തന്നെ നമ്മളെ മക്കൾക്കും ഞാൻ പറഞ്ഞില്ലേ, മക്കൾക്ക് എവിടെ വിദ്യാഭ്യാസങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അവിടെ മക്കൾ സുരക്ഷിതമായിരിക്കണം. ഒരു ഹോസ്റ്റലിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കുട്ടികൾക്ക് പീഡനങ്ങളേറ്റ് മരിക്കാനോ, സ്വയം മരിക്കാനോ, പീഡനങ്ങളേറ്റിട്ട് മരിക്കാനോ
ഇല്ലെങ്കിൽ ലഹരിക്ക് അടിമയായിട്ട് കുട്ടികളെ തല്ലിക്കൊല്ലാനോ വെട്ടിക്കൊല്ലാനോ എല്ലാ അടിമത്തങ്ങളൊന്നും വരാതിരിക്കാനും സ്കൂളിലെ അധ്യാപകന്മാരോട് പ്രത്യേകിച്ചിട്ടും അവർക്ക് ക്ലാസ് എടുപ്പിക്കാനും അങ്ങനെയല്ല സ്കൂളായാലും കോളേജായാലും അതിന് കർശന നടപടികൾ കൊടുക്കണമെന്നും ഞാൻ മുഖ്യമന്ത്രിയോടും MLAമാരോടും ഞാൻ കർശനമായി നിർബന്ധിക്കുന്നു. അങ്ങനെ ഏത് കോളേജാണ് ഏത് സ്കൂളാണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളെ കോളേജിലും സ്കൂളിലും നമ്മളെ മക്കൾ പീഡനങ്ങളേറ്റിട്ട് മരിച്ചിട്ടുണ്ട്, പീഡനങ്ങളേറ്റ് തൂങ്ങി മരിച്ചിട്ടുണ്ട്, പീഡനങ്ങളേറ്റിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കാലഘട്ടങ്ങളിൽ 2026 തൊട്ടിട്ട് ഇനിയില്ല കാലഘട്ടങ്ങളിൽ ഇങ്ങനെയില്ല സംവിധാനങ്ങളൊന്നും വരാതിരിക്കാനും നമ്മളെ മക്കൾ സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തിപ്പെടാനും എല്ലാത്തിനും കർശനമായിട്ട് നമ്മളെ MLAമാരും മന്ത്രിമാരും കർശന നടപടികൾ പോലീസിനോട് പറഞ്ഞ് എല്ലാ സ്കൂളുകളും ഹോസ്പിറ്റലുകളും പുഴകളും ബൈക്കും കാറും ജീപ്പും ബസ്സും ട്രെയിനും എല്ലാം ചെക്ക് ചെയ്ത് നമ്മളെ കേരളത്തിലേക്ക് വരുന്ന വണ്ടികളെല്ലാം പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്യണമെന്നുള്ളത് ഞാൻ പോലീസുകാരോടും MLAയോടും മന്ത്രിയോടും പറയുന്നു. അപ്പോൾ അത് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ ജനങ്ങളും ഇതിന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇതിന് മുന്നോട്ട് വരണമെന്നും എല്ലാവരും ഇത് മുൻകൈ എടുക്കണമെന്നും നമ്മളെ മക്കൾക്ക് അതൊരാപത്തുകളും വരാതെ ശ്രദ്ധയിൽ വരണമെന്നും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എനിക്ക് എൻ്റെ മക്കൾ പഠിക്കാനില്ലെങ്കിൽ എൻ്റെ പേരക്കുട്ടികൾ പഠിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്കായാലും ആർക്കായാലും ഇങ്ങനെയുള്ള ആപത്തുകൾ വരാതിരിക്കാൻ നമ്മളെ മുഖ്യമന്ത്രി കർശന നടപടിയെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.